നിങ്ങൾ സ്കൂളൊക്കെ പൊട്ടിയിട്ട് ഈ ക്രിസ്മസ് വെക്കേഷനിൽ നിങ്ങൾ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണോ? നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഈ റിസോർട്ട് എടുത്താൽ മതി. കുറെ കാലം ഞാൻ വ്ലോഗിങ് തുടങ്ങിയിട്ടു, പക്ഷേ ഈ ഒരു റിസോർട്ടിന്റെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഞാൻ കുറച്ചൊന്നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആദ്യം ഞാൻ ഈ റിസോർട്ട് ഏതാണെന്നുള്ളത് പറഞ്ഞുതരാം. മോഹൻലാലിന്റെ 12th Man ഷൂട്ട് ചെയ്തിട്ടുള്ള ഗ്രീൻബർഗ് റിസോർട്ടാണിത്. ഒരു കുന്നിന്റെ മുകളിൽ 70 ഏക്കറിൽ ഒരുപാട് ആക്ടിവിറ്റീസോട് കൂടിയിട്ടുള്ള റിസോർട്ടാണ്. റിസോർട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ആക്ടിവിറ്റീസും കൂടി കൂട്ടിച്ചേർത്ത് ഒരു വീഡിയോ ഉണ്ടാക്കാൻ ഞാൻ കുറച്ചൊന്നല്ല കഷ്ടപ്പെട്ടത്. ഒരു ഷോർട്സ് വീഡിയോയിൽ ഞാൻ ഇതെല്ലാം എങ്ങനെ കുത്തിക്കൊള്ളിക്കും. എന്തെങ്കിലും ഒന്ന് വിട്ടുപോയിട്ടുണ്ട് നിങ്ങളൊന്ന് ക്ഷമിച്ചു കളയണം. ഒരു 4 മണി 4:30 ആയപ്പോഴത്തേക്കും ക്ലൈമറ്റ് ആകെ മാറി. 70 ഏക്കറിൽ ഈ റിസോർട്ട് എല്ലാം കണ്ടു തീർക്കാനും എല്ലാ ആക്ടിവിറ്റീസും എക്സ്പീരിയൻസ് ചെയ്യാനും കുറച്ച് പണി തന്നെയാണ്. അതിനാണ് നിങ്ങളോടൊന്ന് കുത്തിയിരുന്ന് ആലോചിക്കാൻ പറഞ്ഞത്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് മുതലാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഫുഡാണ് അൺലിമിറ്റഡ് ആണ്, അടിപൊളിയാണ്, ടേസ്റ്റി ആണ്. ഇവിടെ 37 ഫാമിലീസിന് ഒരേ ടൈമിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഗ്രൂപ്പുകളാണെങ്കിൽ 150 ആൾക്കാർക്ക് വരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഫുഡിന്റെ കാര്യത്തിൽ വരെ ഒരു ടെൻഷനും ഇല്ല. ഇവിടെ ഉപയോഗിക്കുന്ന മിൽക്കി എഗ് ചിക്കൻ ഒക്കെ ഇവിടുത്തെ ഫാമിൽ തന്നെ വരുന്നുണ്ട്. ഫാം കിട്ടില്ല ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ ഡേ ഔട്ടിംഗ് ഉണ്ട്. രാവിലെ തന്നെ വന്നേ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളും അതേപോലെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് വൈകുന്നേരം തിരിച്ചു പോവാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി ഒരു ട്രക്കിങ്ങിന് പോവാണ്. ട്രക്കിംഗ് ചെയ്ത് മുകളിലെത്തുമ്പോൾ ഒരു വ്യൂ ആണ് കിട്ടാണ്ട്. ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ടോവിനെ ഇരിക്കണ്ടില്ല, അവിടെ തന്നെ നമ്മൾ ഇരിക്കണ്ടേ. ട്രക്കിംഗ് കഴിഞ്ഞ ഒരു ക്രിക്കറ്റും കളിച്ച് കളിന്റെ ലൊക്കേഷനിലാണ് കിഡ്ലൻ. ക്രിക്കറ്റ് മാത്രമല്ല നിങ്ങൾക്ക് ഫുട്ബോൾ വേണമെങ്കിൽ അതും കളിക്കാം. കളി കഴിഞ്ഞ് നിങ്ങൾ നേരെ വിട്ട് കയാക്കിംഗ് ചെയ്യാനായിരുന്നു. ഏത് മൂട് പൊളി മൂട്. കുറച്ചേരം അതും ആസ്വദിച്ച് പിന്നെ നേരെ വിട്ട് നമ്മൾ പൂളിലേക്കാണ്. കുട്ടികൾക്കുള്ള പൂളുണ്ട്. ഒരു 1.5 മണിക്കൂർ പൂളിൽ ചാടി കുളിച്ചാണ് തിമിർത്ത്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഉച്ചച്ചേരാൻ സമയമുണ്ടായി. ഇവിടെ പിന്നെ കോൺഫറൻസ് ഹാൾ, ബോർഡ് മീറ്റിംഗിനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. റോപ്പ് ആക്ടിവിറ്റീസും പെഡൽ ബോട്ടിംഗ്, കയാക്കിംഗ്, റിവർ ക്രോസിംഗ് ഒക്കെ ഉണ്ട്. ഇതാണ് ഏലക്കാത്തോട്ടം. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഏലക്കായ മരത്തുമ്പോൾ കണ്ടത്. പിന്നെ ഞങ്ങൾ ഫാം പോയപ്പോൾ അവിടെ 2 കഥകൾ ഒരേ ഫ്രെയിമിൽ കാണാൻ പറ്റും. ഒരുപാട് പെറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് സംഭവം ബഹുലമായിരുന്നു. നമ്മുടെ സ്വന്തം ഷാനുക്കാണ് ഈ ഒരു റിസോർട്ട് നമുക്ക് സജസ്റ്റ് ചെയ്തത്. ഷാനുക്കാക്ക് ഒരു ரொம்ப നന്ദി. ഗ്രീൻബർഗ് റിസോർട്ടിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ താഴെ കൊടുക്കുന്നുണ്ടാ.